പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതിലൊരു സംശയം വേണ്ട. ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാനത്ത് കേരളമുണ്ട് എന്നത് നമുക്ക് നിസ്സംശയം പറയാം. അതിപ്പോൾ ടിക്കറ്റ് വരുമാനമായിക്കോട്ടെ, ഇപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നതിലൂടെയുള്ള വരുമാനമായിക്കോട്ടെ, ചരക്കു നീക്കമായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ വരുമാനം കേരളത്തിൽ നിന്ന് റെയിൽവേക്ക് ലഭിക്കാറുണ്ട്. മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ കൂടുതൽ ടിക്കറ്റ് എടുത്ത ആളുകൾ യാത്ര ചെയ്യുന്ന ഇടം കൂടിയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പക്ഷേ ആ പരിഗണന ഒരിക്കലെങ്കിലും നമ്മുടെ റെയിൽവേ കേരളത്തിന് തിരിച്ചു നൽകാറുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം വാരിക്കോരി അനുവദിക്കുമ്പോൾ എപ്പോഴും പുറംപോക്കിലേക്ക് റെയിൽവേ മാറ്റി നിർത്തുന്നതാണ് കേരളത്തിന്റെ ശീലം എന്ന് പറയുന്നത്. ഇത്തവണയും മാറ്റം ഉണ്ടാകുന്നില്ല. ഇത്തവണ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ അഭിമാനമായ പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് ഡിവിഷന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന മംഗളൂരു മേഖല ഇനി മൈസൂരു ഡിവിഷനിലേക്ക് പോകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം റെയിൽവേ കേരളത്തോട് ചെയ്യുന്ന ചതി എന്താണെന്ന്. സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. സിജു, ഗുഡ് മോർണിംഗ്. സിജു, ഇനിയിപ്പോൾ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖല മാറുകയാണ്. പാലക്കാട് ഡിവിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായിരുന്നു മംഗളൂരു മേഖല എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവിടെ പോർട്ടിൽ നിന്ന് വരുന്ന ചരക്കുകളൊക്കെ നീക്കം ചെയ്യുന്നതിലൂടെയുള്ള വരുമാനം, മംഗലാപുരത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ, ഇതൊക്കെ പാലക്കാട് ഡിവിഷന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളായിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും ഇനി മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റുന്നു എന്നതാണ് ഇപ്പോൾ റെയിൽവേ കേരളത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത്. റെയിൽവേ പാലക്കാട് ഡിവിഷന് ചരമക്കുറിപ്പ് എഴുതുകയാണ് എന്ന് പറയാം. കാരണം പാലക്കാട് ഡിവിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം, ഹൃദയ ഭാഗം എന്ന് പറയുന്നത് മംഗലാപുരം ഉൾപ്പെടുന്ന മേഖലയാണ്. മംഗലാപുരം തുറമുഖം ഉൾപ്പെടുന്ന മേഖലയാണ്. പാലക്കാട് ഡിവിഷന്റെ വരുമാനത്തിൽ പ്രധാന ഭാഗം നൽകുന്നത് ചരക്ക് ഗതാഗതം വഴിയാണ്. റെയിൽവേയുടെ പൊതുവെ ഉള്ളതുപോലെ തന്നെ ചരക്ക് ഗതാഗതം ഏറ്റവും കൂടുതൽ അത് സാധ്യമാകുന്നത് മംഗലാപുരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നാണ്. ആ മംഗലാപുരത്തെ പൂർണ്ണമായും പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറ്റുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ റെയിൽവേ പുറത്തിറക്കിയിരിക്കുന്നത്. മൈസൂർ ഡിവിഷനിലേക്കാണ് മംഗലാപുരം ഉൾപ്പെടുന്ന മേഖലയെ മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവ് പ്രകാരം ഉള്ളാൾ മുതൽ, അതായത് കേരള അതിർത്തി മുതൽ മംഗലാപുരം സെൻട്രൽ, മംഗലാപുരം ജംഗ്ഷൻ ഉൾപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ ഇനി മൈസൂർ ഡിവിഷനിലേക്ക് മാറും. നിലവിൽ സദേൺ റെയിൽവേയുടെ ഭാഗമാണ് മംഗലാപുരം ഉൾപ്പെടുന്ന ഈ ഭാഗങ്ങൾ, പാലക്കാട് ഡിവിഷൻ വരുന്ന ഈ ഭാഗങ്ങൾ. പക്ഷേ അത് സദേൺ വെസ്റ്റ് റെയിൽവേയിലേക്ക് മാറ്റാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. സദേൺ വെസ്റ്റ് റെയിൽവേയുടെയും സദേൺ റെയിൽവേയുടെയും കൈമാറ്റ കേന്ദ്രം, ഇന്റർചേഞ്ച് പോയിന്റ് എന്ന് പറയുന്നത് ഇനി ഉള്ളാളായി മാറാൻ പോവുകയാണ്. അതായത് കേരള അതിർത്തിയായി മാറാൻ പോവുകയാണ്. കർണാടകയുടെ ഭാഗം പൂർണ്ണമായും ഈ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറ്റുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ റെയിൽവേ എടുത്തിരിക്കുന്നത്. നേരത്തെ പാഡിൽ സ്റ്റേഷനായിരുന്നു ഈ സദേൺ വെസ്റ്റ് റെയിൽവേയുടെയും സദേൺ റെയിൽവേയുടെയും ഒരു കൈമാറ്റ കേന്ദ്രമായി നിലനിന്നിരുന്നത്. പനമ്പൂർ മേഖലയാണ് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. മംഗലാപുരം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. വലിയ രീതിയിൽ ചരക്ക് നീക്കം രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും കർണാടകത്തിലേക്ക് ഉൾപ്പെടെ നടത്തുന്നത് ഇവിടെ നിന്നാണ്. റെയിൽവേ മാർഗം നടത്തുന്നത് ഇവിടെ നിന്നാണ്. ആ ഒരു വരുമാനമാണ് പാലക്കാട് ഡിവിഷന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. ജീവനക്കാരും വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് പോകുന്നു. ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് തസ്തികകൾക്കൊപ്പം സോൺ മാറ്റുന്നതിനുള്ള ഉത്തരവുകൾ ഉടൻ വരുമെന്നാണ് അറിയിക്കുന്നത്. ഈ മംഗലാപുരം ജംഗ്ഷൻ, മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനുകളിലായി ഈ ഭാഗത്തായി നിരവധി മലയാളികൾ വിവിധ തസ്തികകളിൽ, ഏറ്റവും താഴേക്കിടയിലുള്ള തസ്തിക മുതൽ ഏറ്റവും ഉയർന്ന തസ്തികകൾ വരെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ജീവിതവും വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ഡിവിഷൻ മാറുന്നു, അതോടൊപ്പം തന്നെ സദേൺ വെസ്റ്റ് റെയിൽവേയിലേക്ക് മാറുന്നു എന്നുള്ളത് വലിയ ഒരു മാറ്റമാണ്. അവരുടെ ജോലി സംബന്ധമായി വലിയ ബുദ്ധിമുട്ടുമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഗ്രൂപ്പ് ബി ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ നിലവിലുള്ള ചട്ടങ്ങൾക്കനുസൃതമായി നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗസറ്റഡ് ഇതര ജീവനക്കാർക്ക് തസ്തികകളുടെയും ജീവനക്കാരുടെയും കൈമാറ്റം നിലവിലുള്ള അവസ്ഥയിൽ നടത്തണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. സദേൺ വെസ്റ്റ് റെയിൽവേയിലേക്ക് മാറാനുള്ള അവസരം നൽകണമെന്നാണ് പറയുന്നത്. സദേൺ വെസ്റ്റേൺ റെയിൽവേയിലേക്ക് മാറുന്ന ജീവനക്കാരെ പിന്നീട് സ്ഥലം മാറ്റുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ജീവനക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് ഡിവിഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും റെയിൽവേയുടെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകുന്ന തരത്തിൽ, ശോഷിച്ചില്ലാതാകുന്ന തരത്തിലേക്ക് പോവുകയാണ്. വരുമാനത്തിൽ ഗണ്യമായ ഇടിവുണ്ടാകുമെന്നുറപ്പാണ്. നേരത്തെ നമുക്കറിയാം ഈ റെയിൽവേയുടെ
വരുമാനമാണ് പുതിയ ട്രെയിൻ അനുവദിക്കുന്നതും അതോടൊപ്പം തന്നെ റെയിൽവേ വികസനത്തിനും എല്ലാം തന്നെ ഒരു അടിസ്ഥാനമായി കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി പാലക്കാട് ഡിവിഷൻ, പ്രത്യേകിച്ച് കേരളത്തിലെ മലബാർ ഉൾപ്പെടെയുള്ള മേഖലകളിലൂടെ പരന്നു കിടക്കുന്ന പാലക്കാട് ഡിവിഷൻ പൂർണ്ണമായും ഇല്ലാതാവും. റെയിൽവേയുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവും. റെയിൽവേയുടെ ഒരു നടപടി എന്ന് പറയുന്നത് പാലക്കാട് ഡിവിഷൻ്റെ നട്ടലൊടിക്കുന്ന ഒരു നടപടിയാണ്. പാലക്കാട് ഡിവിഷന് ചരമഗീതം എഴുതുന്ന ഒരു നടപടിയാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. മനു, സിജു, നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം, ഇത് കുറേ കാലങ്ങളായി ഈ പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിച്ച് പുതിയ ഡിവിഷന്റെ ഭാഗം, അതായത് അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മറ്റു ഡിവിഷനുകളുടെ ഭാഗമാക്കാനുള്ള നടപടികൾ കുറേ കാലങ്ങളായി ഇങ്ങനെ ചർച്ചയിൽ നടക്കുകയാണ്. കേരളത്തിന്റെ പ്രതിഷേധം കാരണം അത് നടപ്പിൽ വരുത്താൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇതാ ഒരു സുപ്രഭാതത്തിൽ വളരെ വേഗത്തിൽ ഈ തീരുമാനം നടപ്പിലാക്കുകയാണ്. അതിവേഗത്തിൽ ഇപ്പോൾ ഈ തീരുമാനം നടപ്പിലാക്കാനുള്ള കാരണമായി റെയിൽവേ പറയുന്നത് എന്താണ്? മനു, ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആ ഒരു കാരണം റെയിൽവേ പറയുന്നുണ്ട്. സ്വാഭാവികമായി മനു സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം ഒരു മാറ്റം ഒരു ഡിവിഷനിൽ കൊണ്ടുവരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തണം, ജീവനക്കാരുടെ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തണം എന്നുൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂർ ഡിവിഷനും സദേൺ റെയിൽവേയുടെ പാലക്കാടൻ ഡിവിഷനും തമ്മിലുള്ള അധികാര പരിധിയിലെ കൈമാറ്റങ്ങളിൽ നിന്ന് വളരെ സിമ്പിളായി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ റെയിൽവേ പുറത്തിറക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഡിവിഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുറപ്പാണ്. വരുമാനത്തിൽ കുറവുണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവനക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ, പ്രത്യേകിച്ച് മലബാർ ഉൾപ്പെടെയുള്ള മേഖലയിലെ റെയിൽവേ വികസനത്തിനും പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ മലബാർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ട്രെയിനുകൾ കുറവായതുകൊണ്ടും മറ്റ് സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടും വലിയ ബുദ്ധിമുട്ട് ഈ റെയിൽവേയെ ആശ്രയിക്കുന്ന ജനങ്ങൾ നേരിടുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് ഇനി കൂടുതൽ വർദ്ധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുറപ്പാണ്. മനു.